തെക്കൻ മധ്യ കേരളത്തിൽ സമവായത്തിലെത്താനാകാതെ എൻഡിഎയിൽ കലഹം തുടരുന്നു. കോട്ടയത്തിന് പുറമെ ഇടുക്കിയിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കം BDJS ആരംഭിച്ചു. അതിനിടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ CPM-CPI സീറ്റ് തർക്കത്തിൽ ധാരണയിലെത്തി. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയ്ക്കെതിരെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. കോട്ടയം പള്ളിക്കത്തോട്ടിൽ NDAയെ വെട്ടിലാക്കി ഒറ്റയ്ക്ക് മത്സരിക്കാൻ BDJS തീരുമാനമെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള BDJSന്റെ നീക്കം. ജില്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും BJP നേതൃത്വം അംഗീകരിക്കാത്തതാണ് തർക്കത്തിന് കാരണം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ CPM-CPI സീറ്റ് തർക്കത്തിൽ ധാരണയിലെത്തി. ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റിന് പകരം CPIക്ക് 2 ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ നൽകും. കൊല്ലത്ത് DCC ഓഫീസിന് മുമ്പിൽ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. കൊല്ലൂർവിള സീറ്റ് ബിന്ദു കൃഷ്ണ വിറ്റെന്ന പോസ്റ്ററിൽ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു. ആ ഡിവിഷനിൽ അങ്ങനെ BJPക്ക് കാര്യമായ ഒരു പങ്കാളിത്തം, വലിയ കാര്യമായ രാഷ്ട്രീയ അടിത്തറയുള്ള സ്ഥലമൊന്നുമല്ല. BJP ചിത്രത്തിൽ പോലും ഇല്ല. എന്നിട്ടും BJP ഏജന്റ് എന്നൊക്കെ പറയുന്നത് ആസൂത്രിതമായി എനിക്കെതിരെയുള്ള ഏതോ കോണിൽ നിന്ന്, അത് തീർച്ചയായും രാഷ്ട്രീയ എതിരാളികളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസ്സുകാരെ ഒരിക്കലും അത് ചെയ്യില്ല. കുന്നംകുളത്ത് പോലീസ് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തും മത്സര രംഗത്തിറങ്ങും. ചൊവ്വന്നൂർ ഡിവിഷനിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് സുജിത്തിന്റെ മത്സരം. കൊച്ചി കോർപ്പറേഷനിൽ മത്സരത്തിനില്ലെന്ന് V4 കൊച്ചി വ്യക്തമാക്കി. ചെല്ലാനം പഞ്ചായത്തിൽ മത്സരിക്കും. മറ്റ് രാഷ്ട്രീയ പാർട്ടിയെയോ സ്ഥാനാർത്ഥികളെയോ പിന്തുണയ്ക്കില്ലെന്നും V4 കൊച്ചി പ്രസിഡന്റ് നിപുൻ ചെറിയാൻ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.